കോഴിക്കോട് ബേപ്പൂരിൽ മത്സ്യത്തൊഴിലാളിയെ ലോഡ്ജിൽ കൊലപ്പെടുത്തിയ കേസിൽ പോലീസിന് സംഭവിച്ചത് ഗുരുതര വീഴ്ച. കൊലപാതക വിവരമറിഞ്ഞിട്ടും പോലീസ് സ്ഥലത്തെത്തിയില്ലെന്ന് കണ്ടെത്തി. വിവരമറിയിച്ചയാളെ ചീത്ത പറഞ്ഞ് തിരിച്ചയച്ചെന്നും രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകി. സംഭവത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഒന്നര മാസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ മെയ് മാസം 24-ാം തീയതി ബേപ്പൂരിലെ 3 സ്റ്റാർ ലോഡ്ജിൽ വെച്ച് മത്സ്യത്തൊഴിലാളിയായ സോളമൻ കൊല്ലപ്പെടുന്നത് അന്നാണ്. രാവിലെ 7 മണിയോടെ ലോഡ്ജ് ഉടമ ഹംസക്കോയെയാണ് കഴുത്തറുത്ത നിലയിൽ സോളമനെ കണ്ടെത്തുന്നത്. ആൾതാമസമുണ്ടായിരുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. വാതിലിന്റെ വിടവിലൂടെ പുറത്തേക്ക് ചോരയൊഴുകുന്നത് കണ്ട് നടത്തിയ പരിശോധനയിലാണ് കൊലപാതകമെന്ന് തിരിച്ചറിഞ്ഞത്. ആദ്യ ദിവസം മുതൽ തന്നെ അടിമുടി ദുരൂഹമായിരുന്നു കേസ്. സോളമന്റെ കൂടെ പണിയെടുത്തിരുന്ന അനീഷിന്റെ മുറിയിലാണ് കൊലപാതകം നടന്നത്. എന്നാൽ അനീഷ് സംഭവത്തിനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നാട്ടിലേക്ക് പോയിരുന്നു. അനീഷിന്റെ സുഹൃത്തുക്കളാണ് മുറിയിലുണ്ടായിരുന്നത്. ലോഡ്ജിന് സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ അനീഷിന്റെ സുഹൃത്തുക്കൾ ലോഡ്ജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലം വാടിക്കൽ സ്വദേശി ജോസാണ് കൃത്യം നടത്തിയത് എന്ന് തിരിച്ചറിഞ്ഞത്. കൊല്ലം കായംകുളം, കന്യാകുമാരി, തിരുവനന്തപുരം, കുരീപ്പുഴ, പുന്നപ്ര എന്നീ സ്ഥലങ്ങളിലൂടെ ഒളിച്ചു നടന്ന പ്രതിയെ പോലീസ് തന്ത്രപരമായി അറസ്റ്റ് ചെയ്തു. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമായിരുന്നു കൊലപാതക കാരണം. പ്രതി പിടിയിലായി 40 ദിവസത്തിന് ശേഷമാണ് കേസിൽ പോലീസിനുണ്ടായ വീഴ്ച പുറത്തു വന്നത്. കൃത്യം നടന്ന സമയത്ത് ലോഡ്ജിന് 50 മീറ്റർ മാത്രം അകലെ ബേപ്പൂർ പോലീസ് ഉണ്ടായിരുന്നു. പ്രദേശത്ത് മരം കടപുഴകി വീണതറിഞ്ഞെത്തിയതായിരുന്നു പോലീസ്. ഈ സമയത്താണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരാൾ പോലീസിനടുത്തെത്തി ലോഡ്ജിന്റെ ചവിട്ടുപടിയിൽ രക്തമുണ്ടെന്നറിയിച്ചത്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് ഗൗനിച്ചില്ല. വിവരമറിയിച്ച ആളെ ചീത്ത പറഞ്ഞ് മടക്കി അയക്കുകയും ചെയ്തു. ഇയാൾ സ്റ്റേഷനിൽ പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനോടും വിവരമറിയിച്ചു. എന്നാൽ ആ ഉദ്യോഗസ്ഥനും ഗൗരവത്തിലെടുത്തില്ല. ഈ സംഭവത്തിലാണ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷൻ നടപടിയിലേക്ക് കടക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ ശുപാർശ നൽകി. പിന്നാലെയാണ് ബേപ്പൂർ സ്റ്റേഷനിലെ ഗ്രേഡ് ASI ആനന്ദൻ, CPO ജിതിൻലാൽ എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. റിപ്പോർട്ടർ, കോഴിക്കോട്.